ನಮಗೆ ತಯಾರಲ್ಪಡುವುದು ಚಿಕ್ಕ ಕೋಣೆಯಲ್ಲ, ഒരു വൻ മാളിക, ಒಂದು ದೊಡ್ಡ ಮಾಳಿಗೆ ಆಗಿದೆ. അതിനകത്ത് നീ ഒന്നും ചെയ്യണ്ട, ಅದರೊಳಗೆ ನೀವು ಏನು ಮಾಡಬೇಕಂತಿಲ್ಲ, അതെല്ലാം നിനക്ക് വേണ്ടി ചെയ്തിട്ടിരിക്കുക. ನಿಮ್ಗೆ ಎಲ್ಲ ರೆಡಿ ಮಾಡಿ ಇಟ್ಟಿದ್ದಾರೆ. നീ കേറി അങ്ങ് കാര്യങ്ങൾ ചെയ്താ മതി. ನೀವು ಜಸ್ಟ್ ಅದರಲ್ಲಿ ಒಳಗೆ ಹೋಗಿ ಕಾಲಿಟ್ರೆ സാಕು. അങ്ങനെയല്ലായിരുന്നോ? ഹല്ലേലൂയ. അങ്ങനെയല്ലായിരുന്നോ? ബിന്ദു സിസ്റ്ററും അജയൻ ബ്രദർ പെട്ടെന്ന് എനിക്ക് കണക്റ്റായി ഓർമ്മ വരിക. ഒരു ചെറിയൊരു വീട്ടിൽ ഇരിക്കുമ്പോ, ഒരു ചെറിയ വീട്ടിൽ ഇരിക്കുമ്പോ ಇವರನ್ನು ಸಡನ್ ಮಾತಾಡುವಾಗ ಇವರ ನೆನಪು ಬಂತು. ಚಿಕ್ಕ ಒಂದು ಮನೆಯಲ್ಲಿ ಇರುವಾಗ ഒരു വലിയ വീട് അവർക്ക് വേണ്ടി വിരിച്ചൊരുക്കിയിട്ടിരിക്കുകയായിരുന്നു. ದೊಡ್ಡ ಒಂದು ಮನೆ ರೆಡಿ ಆಗಿದೆ ಅಂತ ನಾನು ದರ್ಶನದಲ್ಲಿ ಕಂಡೆ. അതിനു മുമ്പ് കാറ് റോഡിലല്ലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നേ. അതൊരു കാറನ್ನು ಅವರು ರೋಡಿಗೆ ಪಾರ್ಕ್ ಮಾಡ್ತಿದ್ರು. ഇപ്പൊ പാർക്കിങ്ങിന് ഇപ്പൊ റോഡിലല്ലല്ലോ ഇട്ടേക്കുന്നേ. ಈಗ ಪಾರ್ಕ್ ಅಲ್ಲಿ ಕೂಡ ಆ ಪಾರ್ಕಿಂಗ್ ಏರಿಯಾ ಇಲ್ಲ, ರೋಡ್ ಅಲ್ಲಿ ಇಟ್ಟಿದ್ದಾರೆ. കാർ പോർച്ച് നിങ്ങൾ പണിതാണോ? ಈಗ ಕಾರ್ ಪೋರ್ಚ್ ನಿಮ್ಗೆ നിങ്ങൾ പണിതാണോ? അല്ല, ನೀವು ಕಟ್ಟಿದ, ಅವರು പണിതല്ല, ಅವರು ಕಟ್ಟಿದಲ್ಲ, ഓൾറെഡി അവിടെ ഉണ്ട്. ಅದು ಆಲ್ರೆಡಿ ಅವರಿಗೆ ರೆಡಿ ಮಾಡಿ ಇಟ್ಟಿದ್ದಾರೆ. വേണ്ടുന്നതെല്ലാം അവിടെ ഉണ്ട്. ಅವರಿಗೆ ಬೇಕಾದದೆಲ್ಲ ರೆಡಿ ಆಗಿದೆ, എല്ലാം റെഡി ആയിട്ടിരിക്കുക. ಎಲ್ಲ ರೆಡಿ ಆಗಿ ಇಟ್ಟಿದ್ದಾರೆ. ആർക്കാ ഇത് വേണ്ട ഏറ്റെടുത്തോ? ಯಾರಿಗೆಲ್ಲ ಬೇಕು ಅದನ್ನು ಸ್ವೀಕರಿಸಿ. ഇത് പ്രവചന ശബ്ദമാണ്. ഇത് പ്രവചന ശബ്ദമാണ്. ಪ್ರಕಟಣೆ ಮಾತಾಗಿದೆ. ഹല്ലേലൂയ. വിരിച്ചൊരുക്കിയിരിക്കുന്ന, ಡಿವೈಡ್ ಮಾಡಿ ಕೂತ್ಕೊಳ್ಳುವುದು, വിരിച്ചൊരുക്കിയിരിക്കുന്ന, ನಿಮ್ಗೆ ಬ್ಯಾಂಕ್ವೆಟ್ ಅಥವಾ ನಿಮ್ಗೆ ಒಕ್ಕೂಟವನ್ನು ತಯಾರು ಮಾಡಿ ಇಟ್ಟಿದ್ದಾರೆ. ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുന്ന, ಡೆಕೋರೇಷನ್ ಮಾಡಿಟ್ಟ, ഫർണിഷ് ചെയ്തിട്ടിരിക്കുന്ന, ಫರ್ನಿಶ್ ಮಾಡಿಟ್ಟಿರುವ. നീ ചില വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ಕೆಲವು ವಿಷಯಗಳಿಗೆ ಪ್ರಾರ್ಥಿಸ್ತಿರಲ್ವಾ? അതൊന്ന് നടന്നാ മതി എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ಅದೊಂದು ನಡೆದು ಆದ್ರೆ ಸಾಕು ಅಂತ. അത് എങ്ങനെയെങ്കിലും ഒന്ന് നടന്നാ മതി എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? ಹೇಗೂ ಒಂದು ನಡೆದಾದ್ರೆ ಸಾಕಂತ. പക്ഷെ അത് എങ്ങനെയെങ്കിലും അല്ല നടക്കാൻ പോകുന്നേ. ಅದು ಹೇಗೆ ಸಹ ನಡೆಯುವುದಿಲ್ಲ ಅಂತಲ್ಲ, അത് നടക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സ്റ്റൈലിലായിരിക്കും. ಅದು ನಡೆಯುವುದು ದೇವರ ಸ್ಟೈಲ್ ಅಲ್ಲಿ ನಡೀತದೆ. നിന്റെ സ്റ്റൈലിലല്ല നടക്കാൻ പോകുന്നേ. ಇದು ನೀವು ಎನಿಸುವ ರೀತಿಯಲ್ಲಿ ನಡೆಯುವುದಿಲ್ಲ. നിന്റെ ചെറിയ ബുദ്ധിയിൽ നീ ചെറിയ കാര്യങ്ങളാ നീ പറയുന്നേ. ನೀವೆಲ್ಲ ಎನಿಸುವುದು ಚಿಕ್ಕ ವಿಷಯದಲ್ಲಿ. നിന്റെ ചെറിയ ബുദ്ധിയിൽ നീ ചെറിയ കാര്യങ്ങളാ പ്രാർത്ഥിക്കുന്നേ. ನೀವು ಚಿಕ್ಕ ವಿಷಯಕ್ಕೆ ಪ್ರೇಯರ್ ಮಾಡ್ತಾ ಇದ್ದೀರಾ. നീ ആ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോ, ನೀವು ಚಿಕ್ಕ ವಿಷಯವನ್ನು ಆಶಿಸುವಾಗ ദൈവമാ തരാൻ പോകുന്നത് മറക്കരുത്. ದೇವರು ಕೊಡುದಂತ ನೀವು ಎನಿಸ್ಬೇಕು. ദൈവമാ തരാൻ പോകുന്നേ. ದೇವರು ಕೊಡುತ್ತಾರೆ. ആ ദൈവത്തിന്റെ വലിപ്പം നിനക്ക് അറിയാത്തോണ്ടാണ് നീ ഇപ്പോഴും ചെറുത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ಯಾಕೆಂದ್ರೆ ದೇವರ ಆ ವಿಷಯ, ಮಹತ್ವದ ವಿಷಯ ಗೊತ್ತಿಲ್ಲ, ಅದಕ್ಕೆ ನೀವು ಚಿಕ್ಕ ವಿಷಯ ಕೇಳ್ತೀರಾ. അവൻ തന്റെ ധനത്തിന് ഒത്തവണ്ണം തരുന്നേ. ಅವರು ಕೊಡುದು ಅವರ ಮಹತ್ವದ ಗ್ಲೋರಿಯಾಗಿ. ಆಮೆನ್. നിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചല്ല തരുന്നേ. ನಿಮ್ಮ ಕೆಪಾಸಿಟಿ ನೋಡಿ ಕೊಡುವುದಲ್ಲ, തന്റെ ധനത്തിനൊത്തവണ്ണം. ಅವರು ಕೊಡುದು ಅವರ ಮಹತ್ವದ ವ್ಯಾಲ್ಯೂ ಪ್ರಕಾರ, അവന്റെ സ്റ്റാറ്റസിനൊത്തവണ്ണം, ಅವರ ಸ್ಟಾಟಸ್ ಹಾಗೂ ಕೆಪಾಸಿಟಿ ಪ್ರಕಾರ ಕೊಡುದು, അവന്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം, ಅವರ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಪ್ರಕಾರ ಕೊಡುದು. ഓ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. 12 പേർക്ക് എന്തിനാ വൻമാളിക? 12 ಮಂದಿಗೆ ಯಾಕೆ ಆ ಮಾಳಿಗೆ? ബിഗ് ഹൗസ്, ലാർജ് ഹൗസ്, ದೊಡ್ಡ ಮ್ಯಾನ್ಷನ್ ತರ. 12 പേർക്ക് ഇരിക്കാൻ ಬರೀ 12 ಮಂದಿಗೆ. ഇതാണ്, നിങ്ങൾ എവിടെയോ നോക്കിക്കോ, ദൈവത്തിന്റെ പ്രോസ്പെരിറ്റി മാത്രമേ കാണൂ. ಎಲ್ಲಿ ನೋಡಿದ್ರು ದೇವರ ಒಂದು ಸಮೃದ್ಧಿ ಮಾತ್ರ ಕಾಣ್ತೀರಾ. ചെറിയ പരിപാടിക്കൊന്നും ദൈവം നിൽക്കത്തില്ല. ಚಿಕ್ಕ ವಿಷಯಕ್ಕೆ ದೇವರು ನಿಲ್ಲುವುದಿಲ್ಲ. ഇല്ല, ദൈവം എല്ലാം വലിയ വലിയ പരിപാടികളാണ് നിൽക്കുന്നത്. ದೇವರ ವಿಷಯ ಎಲ್ಲ ದೊಡ್ಡದಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒന്നുമില്ലാത്തടത്ത്, ಎಲ್ಲಿ ಏನು ಇಲ್ಲದ ಜಾಗದಿಂದ അവിടെ പറയാം ഒരു വൻമാളിക, ದೊಡ್ಡ ಮಾಳಿಗೆ. അത് നിങ്ങൾ പോയി ഡെക്കറേറ്റ് ചെയ്യണമെന്നല്ല. ನೀವು ಹೋಗಿ ಅದನ್ನು ರೆಡಿ ಮಾಡ್ಲಿಕ್ಕೆ ಅಂತಲ್ಲ. നിങ്ങൾ എങ്ങനെ പോയി അയാളുടെ കൈയും കാലും പിടിച്ചതെടുക്കാനല്ല പറഞ്ഞു. ನೀವು ಯಾರಾದ್ರೂ ಕೈ ಕಾಲನ್ನು ಹಿಡಿದು ಸರಿ ಮಾಡಿ ರೆಡಿ ಮಾಡ್ಲಿಕ್ಕೆ ಅಲ್ಲ. നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. ನೀವು ಜಸ್ಟ್ ಕೇಳಿದ್ರೆ ಸಾಕು. ജസ്റ്റ് ಆಸ್ಕ್, ಕೇಳಿದ್ರೆ ಸಾಕು. അവിടെ റെഡിയാണ് സകലം. ಅಲ್ಲಿ ಎಲ್ಲ ರೆಡಿ ಆಗಿದೆ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ಆತ್ಮಿಕವಾದ ಧನಗಳಿಂದ ನಿಮ್ಮನ್ನು ಆಶೀರ್ವಾದಲ್ಪಟ್ಟಿದೆ. പോയി അങ്ങ് എടുത്താ മതി. ನೀವು ಹೋಗಿ ಕ್ಲೇಮ್ ಮಾಡಿ ತೆಗಿರಿ. ആ വിശ്വാസം അതിന്റെ അകത്ത് വേണ്ടേ? ಆ ನಂಬಿಕೆಯಲ್ಲಿ ಹೋಗಿ, ആ കോൺഫിഡന്റാ വേണ്ടേ? ಆ ಒಂದು ಧೈರ್ಯದಿಂದ ಮುಂದೆ ಹೋಗಿ. എന്റെ അപ്പന്റെ കയ്യിൽ എല്ലാം ഉണ്ടെന്നുള്ള ഒരു അറിവ് വേണം ആദ്യം. ನನ್ನ ಅಪ್ಪ ತಂದೆಯ ಕೈಯಲ್ಲಿ ಎಲ್ಲ ಇದೆ ಅಂತ ಅರಿವು ನಿಮ್ಮ ಹತ್ರ ಇರಬೇಕು. ഈ അറിവില്ലെങ്കിൽ നീ ദാരിദ്ര്യത്തിൽ കഴിയും. ನಿನಗೆ ಆ ಒಂದು ಅರಿವು ಇಲ್ಲದಿದ್ದರೆ ದರಿದ್ರದಲ್ಲಿ ಜೀವಿಸ್ತೀರಾ.
നിങ്ങളുടെ കയ്യിൽ ഒരു ATM കാർഡ് ഉണ്ടെന്ന് വെച്ചോ. ನಿಮ್ಮ ಕೈಯಲ್ಲಿ ATM ಕಾರ್ಡ್ ಇದೆ ಅಂತ ಎನಿಸಿ. ആ അക്കൗണ്ടിൽ 1 കോടി രൂപ കിടപ്പുണ്ട്. ಅದರಲ್ಲಿ 1 ಕೋಟಿ ಇದೆ ಅಂತ ಎನಿಸಿ. പക്ഷേ ഈ ATM അകത്തിട്ട് പിന്നടിച്ച് എടുക്കാൻ അറിയത്തില്ലെങ്കിലോ? ನಿಮಗೆ ಅದನ್ನು ಆಪರೇಟ್ ಮಾಡಲಿಕ್ಕೆ ಗೊತ್ತಿಲ್ಲದಿದ್ರೆ നിങ്ങളുടെ 1 കോടി എന്തായി? ಹಾಗಾದ್ರೆ ಅಲ್ಲಿ ಇದ್ದ 1 ಕೋಟಿ ಏನು ಪ್ರಯೋಜನ? അറിവാണ് നമ്മളെ അനുഗ്രഹത്തിങ്കിലേക്ക് കയറ്റുന്നത്. ಈ ಅರಿವು, ಈ ನಾಲೆಜ್ ನಮಗೆ ಗೊತ್ತಿರಬೇಕು. ಹಮ್ಕೋ ನಾಲೆಜ್ ಚಾಹಿಯೇ. ഈ അറിവില്ലാത്തവർ എന്നും ദാരിദ്ര്യത്തിൽ കിടക്കും. ಈ ನಾಲೆಜ್ ಇಲ್ಲದಿದ್ರೆ ನಾವು ಯಾವಾಗಲೂ ದರಿದ್ರದಲ್ಲಿ ಆ ಒಂದು ಸಿಚುವೇಶನ್ ಅಲ್ಲಿ ಇರ್ತೇವೆ. ഞാൻ ആരാണെന്ന് ആദ്യം അറിയണം. ಹಮ್ ಕೌನ್ ಹೇ, ನಾವು ಯಾರು ಅಂತ ನಮಗೆ ಗೊತ್ತಿರಬೇಕು. എൻ്റെ അപ്പൻ ആരാന്ന് അറിയണം. ಮೇರೆ ಪಿತಾ ಕೌನ್ ಹೇ, ನನ್ನ ತಂದೆ ಯಾರು ಹಮ್ಕೋ ಮಾಲೂಮ್ ಚಾಹಿಯೇ. അപ്പൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. ಆ ತಂದೆ ಕೈಯಲ್ಲಿ ಏನಿದೆ, അപ്പനാരാ മോൻ എന്നറിയണം. ಪಿತಾ ಕೌನ್ ಹೇ, ತಂದೆ ಯಾರು ಅಂತ ನಮಗೆ ಗೊತ್ತಿರಬೇಕು. ಹಮಾರ ಪಿತಾ ಹೇ, ಮೇರಾ ಪಿತಾ ಹೇ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ, ಇದು ನಾವು ಗೊತ್ತಾದ್ರೆ ಏ ಮಾಲೂಮ್ ಪಡೇತೋ, മൂത്ത മകൻ പറഞ്ഞത്, ದೊಡ್ಡ ಮಗ ಹೇಳಿದ, ഒരു ആട്ടിൻകുട്ടി പോലും ഇല്ല. ನನಗೆ ಒಂದು ಕುರಿಮರಿ ಸಮೇತ ಇಲ್ಲ. അപ്പം പറയുന്നത്, ತಂದೆ ಹೇಳ್ತಾರೆ, ഇതെല്ലാം നിനക്കുള്ളതാ, ಇದೆಲ್ಲ ನಿಮ್ಮದಾಗಿದೆ. നീ ഒരു വലിയ ഒരു കാളയോ വലിയ ആടിനെയോ എന്തിനെ വേണമെങ്കിലും പിടിച്ച് കണ്ടിച്ച് എന്താ ഫുഡ് വെച്ച് നീ അങ്ങ് കഴിക്കുക. നീ അങ്ങ് ನಿನಗೆ ಯಾವುದು ಬೇಕು, ದೊಡ್ಡ ಕುರಿಯ ಏನು ಬೇಕು, ನೀನು ಅದನ್ನು ಕಟ್ ಮಾಡಿ ನೀವೇ ಊಟ ಮಾಡಿ. നിനക്ക് മതിയാവോളം നീ അങ്ങ് തിന്നങ്ങ്. ನಿನ್ಗೆ ಎಷ್ಟು ಬೇಕು ಅದೆಲ್ಲ ನಿನ್ನದಾಗಿದೆ. മതിയാവോളം നീ അങ്ങ് തിന്നങ്ങ്. ನಿನಗೆ ಸಾಕಷ್ಟು ನೀವು ತಿಂದು ಬಿಡಿ. മരുഭൂമിയിൽ കാട തിന്ന് അവർ മൂക്കിക്കൂടെ വായിക്കൂടെ പുറത്തു വന്നു. ಅವರು ಅದು ಮರುಭೂಮಿಯಲ್ಲಿ ಆ ಒಂದು ಹಕ್ಕಿಯನ್ನು ಅದನ್ನು ತಿಂದು ಅವರು ಮೂಗಿನಿಂದ ಹೊರಗೆ ಬರುತ್ತಿತ್ತು. ಸಾಕಷ್ಟು ಸಫಿಷಿಯಂಟ್. നീ ഇവിടെ ഇതിനകത്ത് പോയി കയറി നോക്ക്, ഇഷ്ടം പോലെ കാളകൾ കിടക്കുക. ನೀವು ಒಳಗೆ ಹೋಗಿ ನೋಡಿ, ತುಂಬಾ ಇದೆ. നീ അതിനെ എടുത്ത് നീ എന്ത് വേണം ചെയ്തോ, നിന്റേതായത്. ಅದು ನೀವೆಲ್ಲ ತೆಗೆದು ನಿಮ್ಮದೇ ಆಗಿದೆ. എനിക്കുള്ളതെല്ലാം നിന്റേതാ, ಇದ್ದದೆಲ್ಲ ನಿಮ್ಮದಾಗಿದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഈ അറിവാണ് നമ്മളെ പ്രോസ്പെരിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നത്. ಈ ಒಂದು ಅರಿವು ನಮ್ಮನ್ನು ನೆಕ್ಸ್ಟ್ ಲೆವೆಲ್ಗೆ, ಪ್ರಾಸ್ಪೆರಿಟಿಗೆ ಕೊಂಡೊಯ್ಯುತ್ತದೆ. ദൈവം സ്വർഗം നമുക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ, ದೇವರು ನಮಗೋಸ್ಕರ ಸ್ವರ್ಗದಲ್ಲಿ ಏನಾದ್ರೂ ವಿಷಯ ಪ್ಲಾನ್ ಮಾಡಿದಾದ್ರೆ, സ്വർഗത്തിൻ്റെ ഒരു പ്രൊവിഷൻ, സ്വർഗത്തിൻ്റെ ഒരു ഗ്രേസ് നമുക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയാൽ ഒരു മനുഷ്യനും ഒരു പിശാചിനും അതിന് തടയിടാൻ പറ്റില്ല. ಆ ಸ್ವರ್ಗದಲ್ಲಿ ಇರುವ ಸಮೃದ್ಧಿ ಸಂಚರಿಸುವುದಾದ್ರೆ ಯಾವ ಮನುಷ್ಯನಿಗೆ ನಡುವಿನಲ್ಲಿ ಬರಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ആർക്കും അതിനെ തടയാൻ കഴിയില്ല. ಅದನ್ನು ಯಾರಿಗೂ ತಡೆಗಟ್ಟಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ಒಂದು ದೇವರ ವಾಕ್ಯವನ್ನು ಓದೋಣ. 2 Samuel chapter 9. ಸಮುವೇಲ 9ನೇ ಅಧ್ಯಾಯ. ಸ್ಯಾಮ್ಯುಯಲ್ 2ನೇ ಭಾಗ 9ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ. 2 Samuel chapter 9 verse 3. സാമുവേൽ 9ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്, ನಾನು ದೇವರ ದಯವನ್ನು ತೋರಿಸಲಿಕ್ಕೆ, ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്, ಸೌಲಿನ ಕುಟುಂಬದಲ್ಲಿ ಯಾರಾದ್ರೂ ಇದ್ದಾರೋ ಅಂತ ಕೇಳಲಿಕ್ಕೆ, 2 കാലും മുടന്തനായി യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ಜೋನಾಥನ್ ಕುಟುಂಬದಲ್ಲಿ ಇಬ್ಬರು ಕಾಲಿದ ಮೊಡತವರು ಶೀಬಾ ರಾಣಿಗೆ ಹೇಳುತ್ತಾರೆ. സീബോ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ രാജാവിനോട് പറയുക, സീബ ಎಂಬವರು ರಾಜ ಅವರ ಹತ್ರ ಹೇಳಿದ್ದಾರೆ. ദാവീദ് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ദയ ശൗലിന്റെ കുടുംബത്തോട് കാണിക്കണം.
ದಾವೀದು ಹೇಳ್ತಾರೆ, ದಾವೀದು ಹೇಳುದು, ದೇವರ ದಯ ನಾನು ಸ್ಯಾಮ್ಯುಯಲ್ ಕುಟುಂಬಕ್ಕೆ ತೋರಿಸಬೇಕು. ಸೌಲಿನ ಕುಟುಂಬಕ್ಕೆ ತೋರಿಸಬೇಕು. പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ രാജാവിന് തോന്നുക, ಇದು ಅವರಿಗೆ ಸಡನ್ ಆಗಿ ಅಂತ ಒಂದು ಮನಸ್ಸಿಗೆ ಬಂದ ವಿಷಯ. ഒരു കാരണവുമില്ല, ಏನು ಕಾರಣವಿಲ್ಲ, പെട്ടെന്ന് മനസ്സിൽ തോന്നുക, ಸಡನ್ ಆಗಿ ಮನಸ್ಸಿಗೆ ಬರುವ ವಿಷಯವಾಗಿದೆ. ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് ദൈവത്തിന്റെ ദയ കാണിക്കണം. ಆ ಸೌಲಿನ ಕುಟುಂಬದಲ್ಲಿ ಯಾರಾದಿದ್ರೆ ದೇವರ ದಯವನ್ನು ಅವರಿಗೆ ತೋರಿಸಬೇಕು. ദാവീദിന്റെ ദയ അല്ല, ಅದು ದಾವಿದನ ದಯವಲ್ಲ, അത് ദൈവത്തിന്റെ ദയയാണ്. ದೇವರ ದಯವನ್ನು ತೋರಿಸಬೇಕು. ശൗലിന്റെ കുടുംബത്തോട് ദാവീദിന് ഒരു ദയവും കാണിക്കാൻ പറ്റില്ല. ಸೌಲಿನ ಕುಟುಂಬದಲ್ಲಿ ಇರುವ ಯಾರಿಗೂ ದಯವನ್ನು ದಾವಿದನಿಗೆ ತೋರಿಸಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. കാരണം ദാവീദിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതാണ് ശൗൽ. ಯಾಕೆಂದ್ರೆ ದಾವಿದನು ಹೆಚ್ಚಾಗಿ ಕಷ್ಟಕ್ಕೆ ಸಿಲುಕಿಸಿದವರು ಸೌಲಾಗಿದೆ. ಅವನು ദാവീദിന്റെ മനസ്സിൽ അവരോട് ഒരു ദയയില്ല. ಯಾಕೆಂದ್ರೆ ಆದುದರಿಂದ ದಾವಿದನಿಗೆ ಯಾವ ದಯ ಕರುಣೆ ಸೌಲಿನ ಕುಟುಂಬದಲ್ಲಿ ಇಲ್ಲ. പക്ഷേ ദാവീദ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ ആത്മാവ് ട്രിഗർ ആകുകയാണ്. ಆದ್ರೆ ದಾವಿದ ಸುಮ್ಮನೆ ಕೂತ್ಕೊಳ್ಳುವಾಗ ಆತ್ಮಿಕವಾಗಿ ಒಂದು ಒಂದು ಥಾಟ್ ಬರ್ತದೆ. അവന്റെ ആത്മാവ് പ്രൊവോക്ക് ആവുകയാണ്. ಆತ್ಮಿಕವಾಗಿ ಮಾತಾಡ್ತಿದ್ದಾರೆ. ശൗലിന്റെ കുടുംബത്തിനകത്ത് ആരോ കൊണ്ട് എനിക്ക് അവരോട് ദയ കാണിക്കണം. ಸೌಲಿನ ಕುಟುಂಬದಲ್ಲಿ ಯಾರೋ ಇದ್ದಾರೆ, ಅವರಿಗೆ ದಯ ನಾನು ತೋರಿಸಬೇಕು. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പെട്ടെന്ന് സീബ എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുക. ಸಡನ್ ಕೂಡಲೇ ಸೀಬಾ ಅಂತ ಜನರನ್ನು. സീബ എന്ന് പറഞ്ഞ ശൗൽ രാജാവിന്റെ കൂടെ നിന്നൊരു വ്യക്തിയാ സീബ. ಸೀಬಾ ಅಂದ್ರೆ ಸೌಲ್ ರಾಜವನೊಂದಿಗೆ ಒಟ್ಟಿಗೆ ಇದ್ದ ಜನ. അവനോട് ചോദിക്കുക, ശൗലിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ಈ ಸೀಬರ ಹತ್ರ ಕೇಳ್ತಾರೆ, ಈ ಸೌಲಿನ ಕುಟುಂಬದಲ್ಲಿ ಯಾರಾದರೂ ಇದ್ದಾರೋ? കാരണം യുദ്ധത്തിൽ എല്ലാവരും മരിച്ചുപോയി. ಯಾಕೆಂದ್ರೆ ಸೌಲಿನ ಕುಟುಂಬದವರು ಯುದ್ಧದಲ್ಲಿ ಎಲ್ಲರೂ ಸತ್ತು ಹೋದ್ರು. സീബ പറയാ, മെഫീബോബേശത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ಮೆಫಿಬೋಬೆಶತ್ ಅಂತ ಒಬ್ಬರಿದ್ದಾರೆ. ഒറ്റ ഒരാളുണ്ട്, ಒಂದೇ ಜನ ಬಾಕಿ ಇದೆ. അത് യോനാഥാന്റെ മകനാണ്. ಅದು ಜಾನತನ್ ಅವರ ಮಗ ಆಗಿದೆ. ശൗലിന്റെ കൊച്ചുമകനാണ്. ಸೌಲ್ ಇದು ಲಾಸ್ಟ್ ಮಗ, കൊച്ചുമകൻ, ಗ್ರ್ಯಾಂಡ್ ಸನ್ ಆಗಿದೆ ಜಾನತನ್. ഒറ്റ ഒരാളേ ഉള്ളൂ, ಒಂದೇ ಒಬ್ಬರಿದ್ದಾರೆ ಬಾಕಿ. ഈ മെബീശോബേത്തിന്റെ അവന്റെ ആ ജീവിതത്തിൽ ഒരു ദിവസം ഭയങ്കര ട്രാജഡി നടക്കുക. ಮೆಬಿಶೋ ಅವರ ಜೀವನದಲ್ಲಿ ಒಂದು ട്രാജഡി നടക്കുക. ಅದೊಂದು ಕಷ್ಟಕರವಾದ ಒಂದು ಸಂಭವ ಸಂಭವಿಸುತ್ತದೆ. ഒരു യുദ്ധം നടക്കുമ്പോൾ, ಒಂದು ಯುದ್ಧ ನಡೆಯುವಾಗ അവന്റെ വല്യപ്പൻ മരിക്കുക. ಅವರ ಅಂಕಲ್ ತೀರಿ ಹೋದ್ರು. വല്യപ്പൻ ശൗൽ, ವಲ್ಯಪ್ಪ ಅವರ ಅಂಕಲ್ ಅಂದ್ರೆ ശൗൽ മരിക്കുക. ಸೌಲ್ ಸಾಯ್ತಾರೆ. അവന്റെ അപ്പൻ മരിക്കുക, യോനാഥാൻ മരിച്ചു. ಯೋನತನ್ ಸತ್ರು. യോനാഥിന്റെ സഹോദരങ്ങളെല്ലാം മരിച്ചു. ಯೋನತನ ಸಹೋದರಗಳೆಲ್ಲ ಸತ್ತು ಹೋದ್ರು. അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചു. ಕುಟುಂಬದಲ್ಲಿ ಇರೋರೆಲ್ಲ ಸತ್ತು ಹೋದ್ರು. ഈ മെബീശോബേത്ത് എന്ന് പറഞ്ഞ ഈ കൊച്ചു പയ്യനായിരുന്ന അവൻ്റെ നേഴ്സ് എടുത്തുകൊണ്ട് ഓടിപ്പോകുമ്പോൾ അവർ വീണിട്ട് ഇവൻ മുടന്തനായി പോയി. ಆ ಯುದ್ಧದಲ್ಲಿ ಆ ನರ್ಸ್ ಇವರನ್ನು ಎತ್ತಿಕೊಂಡು ಹೋಗುವಾಗ ಬಿದ್ನು. ಹಾಗೆ 2 ಕಾಲು ಕೂಡ ಇಂಜರಿ ಆಯಿತು. ഒറ്റ ദിവസം, ಒಂದೇ ದಿನ ഫുൾ ട്രാജഡി, ಎಲ್ಲ കഷ്ടകരವಾದ സംഭവിಸಿತು. അവനുള്ള എല്ലാവരും മരിച്ചു. ಅಲ್ಲಿ ಎಲ್ಲರೂ ಸತ್ತು ಹೋದ್ರು. അവനിപ്പോൾ ഒറ്റയ്ക്കാണ്. ಈಗ ಅವನು ಒಬ್ಬಂಟಿಕನಾಗಿದ್ದಾನೆ. അവന് വീടില്ല, ಅವನಿಗೆ ಮನೆ ಇಲ್ಲ. അവനിപ്പോൾ താമസിക്കുന്നത്, ಈಗ ವಾಸಿಸಿರುವುದು എവിടെയാണ്? മാഖീരിന്റെ വീട്ടിൽ. മാഖീർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഇവൻ താമസിക്കുന്നത്. ಮಾಖೀಬ್ ಎಂಬ ಮನೆಯಲ್ಲಿ ಅವನು ವಾಸಿಸ್ತಾ ಇದ್ದಾನೆ. സ്വന്തമായി വീടില്ല, ಸ್ವಂತವಾಗಿ ಮನೆ ಇಲ್ಲ, അപ്പനും അമ്മയില്ല, ತಂದೆ ತಾಯಿ ಇಲ್ಲ, സഹോദരങ്ങളില്ല, ಸಹೋದರರು ಯಾರೂ ಇಲ್ಲ, തന്നെ ഒന്നും ചെയ്യാൻ കഴിവില്ല, ತನ್ನ ತಾನೇ ಏನು ಕೆಲಸ ಮಾಡಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. 2 കാലും മുടന്തായി പോയി. 2 ಕಾಲು ಹೋಗಿದೆ. അവന്റെ സ്വന്തം കാര്യം ചെയ്യാൻ പോലും അവന് സഹായം വേണം. ಅವನ ಸ್ವಂತ ಕೆಲಸವನ್ನು ಮಾಡಬೇಕಾದ್ರೆ ಕೂಡ ಸಹಾಯ ಬೇಕು. പരസഹായം ഇല്ലാതെ അവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ಯಾರ ಸಹಾಯ ಇಲ್ಲದೆ ಏನು ಕೆಲಸ ಮಾಡೋದಿಲ್ಲ. അങ്ങനെ ആരുടെയോ വീട്ടിൽ വരാന്തയിൽ അവൻ കഴിയുക. ಅವನು ಯಾರ ಮನೆಗೆ ಬರಲಿಕ್ಕೆ ಅವನಿಗೆ ಸಾಧ್ಯ? ಹಾಗಾದ್ರೆ ആരുടെയോ വീട്ടിലെ വരാന്തയിൽ അവൻ കഴിയുക.
ಅದು വേറെ ആരുടെയോ വീട്ടിൽ അവൻ കഴിയുക. ಯಾರೋ ಮನೆಯಲ್ಲಿ ಅವನು ಇದ್ದಾನೆ. അവർ കൊടുക്കുന്ന ഫുഡും കഴിച്ചുകൊണ്ട് അവർ കിടക്കുക. ಅವರು ಕೊಡುವ ಫುಡ್ ತಿಂದುಕೊಂಡು ನಿದ್ದಾನೆ ಅವನು. അവന്റെ ജീവിതത്തിൽ മുന്നിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ಹಾಗಾದ್ರೆ ಅವನಿಗೆ ಏನಾದರೂ ಭವಿಷ್ಯದ ಬಗ್ಗೆ ಏನಾದರೂ ಹೋಪ್ಸ್ ಇದೆಯಾ? ഒരു രാജകുമാരനെ പോലെ ജീവിച്ചത് അവൻ. ಅವನೊಂದು ರಾಜಕುಮಾರ ಆಗಿ ಬದುಕಿದವನು. ശൗൽ രാജാവിന്റെ കൊച്ചുമകനാ. ಸೌಲ್ ಇದು ಗ್ರ್ಯಾಂಡ್ ಸನ್ ಆಗಿದೆ. രാജകുമാരനായിട്ട് ജീവിച്ചതാ. ರಾಜಕುಮಾರನಾಗಿ ಬದುಕಿದವನು. ഇപ്പൊ മുന്നിൽ ഒരു പ്രതീക്ഷയില്ല. ಏನು ಹೋಪ್ಸ್ ಇಲ್ಲ. അവൻ ഏതോ ഒരു വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ട് ജീവിതം തള്ളി നീക്കുക. ಒಂದು ಮನೆಯಲ್ಲಿ ಕೂತ್ಕೊಂಡು ಕೂಗಿಕೊಂಡು ಜೀವನ ಸಾಗಿಸ್ತಾ ಇದ್ದಾನೆ. പെട്ടെന്ന് ദൈവം അവനെ ഓർത്തു. ದೇವರು ಅವನನ್ನು ಎನಿಸಿದ್ರು. ദൈവത്തിന്റെ ഫേവർ അവന്റെ മേൽ വെളിപ്പെട്ടു. ದೇವರ ಒಂದು ಆಶೀರ್ವಾದ ಅವನಲ್ಲಿ ಬಂತು. അവനെല്ലാവരും കൈവിട്ടപ്പോ, ಅವನೆಲ್ಲರೂ ಅವನನ್ನು ಕೈ ಬಿಟ್ಟಾಗ, ആരും അവനെ കൈപിടിക്കാൻ ഇല്ലാതിരുന്നപ്പോ, ಅವನನ್ನು ಯಾರು ಸಹಾಯ ಮಾಡ್ಲಿಕ್ಕೆ ಇರದ ಟೈಮಲ್ಲಿ, അവന്റെ എല്ലാം നഷ്ടപ്പെട്ടപ്പോ, ಎಲ್ಲ ನಷ್ಟವಿರುವಾಗ സ്വർഗം അവനെ ഓർത്തു. ಆ ಸ್ವರ್ಗವು ಅವನನ್ನು ಎನಿಸಿದ್ರು. സ്വർഗത്തിന്റെ ദയ അവനോട് തോന്നി. ಸ್ವರ್ಗನ ದಯ ಅವನ ಮೇಲೆ ಬಂತು. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞ ദൈവത്തിന്റെ ദയ എനിക്ക് കാണിക്കണമെന്ന്. ಆದುದರಿಂದ ದಾವೀದ ಹೇಳ್ತಾರೆ, ದೇವರ ದಯ ನನಗೆ ತೋರಿಸಬೇಕು. ആർക്കാ ഇത് മനസ്സിലാവുന്നേ? ನಿಮ್ಗೆ ಅರ್ಥವಾಯ್ತಾ? നീ ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോ, ನೀನು ಯಾರಿಲ್ಲದೆ ಒಬ್ಬಟ್ಟಿಗರಾಗಿ ಕೂತ್ಕೊಳ್ಳುವಾಗ, നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോ, ಸಹಾಯ ಮಾಡ್ಲಿಕ್ಕೆ ಯಾರಿಲ್ಲ ಅಂತ ಹೇಳುವಾಗ, നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുമ്പോ, ನಿನ್ಗೆ ಎಲ್ಲ ಇರುವುದು ನಷ್ಟವಾದಾಗ ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ ഇറങ്ങി വരും. ದೇವರ ಫೇವರ್ ಆಶೀರ್ವಾದ ನಿಮ್ಮಲ್ಲಿ ಬರುತ್ತದೆ. ദൈവം ആരുടെയൊക്കെയോ ഹൃദയത്തിൽ തോന്നിപ്പിക്കും. ದೇವರು ಯಾರದಲ್ಲ ಹೃದಯದಲ್ಲಿ ಮನಸ್ಸು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ദൈവം തോന്നിപ്പിക്കുമ്പോൾ അത് സാധാരണ മനുഷ്യനെ തോന്നിപ്പിക്കത്തില്ല. ದೇವರು ಎನಿಸುವಾಗ ಅದು ಸಾಧಾರಣ ಮನುಷ್ಯನಿಗೆ ತೋರಿಸುವುದಿಲ್ಲ. ഈ ഒരു ചെറുപ്പക്കാരനെ മേലോട്ട് കൊണ്ടുവരാൻ ആ നാട്ടിലെ പണക്കാരൻ ഒരാളെ മതി. ಈ ಹುಡುಗನನ್ನು ಮೇಲೆತ್ತಲಿಕ್ಕೆ ಆ ಜಾಗದಿರುವ ಒಂದು ಹಣ ಇಸ್ತಾನ ಸಾಕು മതി. പക്ഷെ ദൈവമായി ഇടപെട്ടെ. ಅದು ಅದರಲ್ಲಿ ದೇವರು ಇದರ ವಿಷಯದಲ್ಲಿ ಬಂದ್ರು. മറക്കരുത്, ദൈവമായി ഇടപെടുന്നേ. ದೇವರು ಬರ್ತಾರೆ ಇದರ ವಿಷಯದಲ್ಲಿ. ദൈവം ഇടപെടുമ്പോൾ അതിനൊത്തവണ്ണ ആൾക്കാർ ഇടപെടും. ದೇವರು ಇದರಲ್ಲಿ ಬರುವಾಗ ದೊಡ್ಡವರಾಗಿರ್ತಾರೆ. ദൈവം ഇടപെട്ടപ്പോൾ രാജാവിന്റെ ഹൃദയത്തെ തോന്നിപ്പിച്ചേ. ದೇವರು ನಡುವಿನಲ್ಲಿ ಬರುವಾಗ ರಾಜಾವಿನ ನೆಲೆಯಲ್ಲಿ ತರ್ತಾರೆ. രാജാവിന് ഹൃദയത്തിൽ സ്വസ്ഥത കൊടുത്തില്ല. രാജാവിന്റെ ഹൃദയത്തിൽ സ്വസ്ഥത കൊടുത്തില്ല. ರಾಜನ ಹೃದಯದಲ್ಲಿ സ്വസ്ഥത കൊടുത്തില്ല. ಅದರಲ್ಲಿ ಒಂದು ಆ ರಾಜನಿಗೆ ಅದೊಂದು ಸಮಾಧಾನ ಕೊಡ್ಲಿಲ್ಲ. അവന്റെ സ്പിരിറ്റ് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആകാൻ തുടങ്ങി. ಆ ಒಂದು ಆತ್ಮ ಯಾವಾಗಲೂ ಡಿಸ್ಟರ್ಬ್ ಆಗ್ತಾ ಇತ್ತು. എനിക്ക് ശൗലിന്റെ കുടുംബത്തിൽ ആരോടോ ദൈവത്തിന്റെ ദയ കാണിക്കണം. ನನಗೆ ಸೌಲಿನ ಕುಟುಂಬದಲ್ಲಿ ದೇವರ ದಯ ನನಗೆ ತೋರಿಸಬೇಕು. ദൈവം അങ്ങനെ ചിലരെ കണക്ട് ആക്കും. ಆ ತರ ದೇವರು ಕೆಲವು ಡಿವೈನ್ ಕನೆಕ್ಷನ್ಸ್ ಅನ್ನು ದೇವರು ಕೊಡ್ತಾರೆ. നിങ്ങളോട് ദയ കാണിക്കാൻ ദൈവം ആരെയൊക്കെയോ എഴുന്നേൽപ്പിക്കും. ನಿಮ್ಮ ಮೇಲೆ ದಯ ತೋರಿಸಲಿಕ್ಕೆ ದೇವರು ತುಂಬಾ ಜನರನ್ನು ಎತ್ತಿಸ್ತಾರೆ. നിങ്ങൾ സ്വപ്നം കാണാത്ത ചിന്തിക്കാത്ത ആരെയൊക്കെയോ ദൈവം എഴുന്നേൽപ്പിക്കും. ನೀವು ಎಣಿಸದ ವಿಷಯ ಕೂಡ ದೇವರು ಕೆಲವರನ್ನು ಎಬ್ಬಿಸ್ತಾರೆ. ಆಮೆನ್. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി ദൈവം ആരെയൊക്കെയോ എഴുന്നേൽപ്പിക്കും. ನಿಮಗೆ ನಿಮ್ಮ ಡೆಲಿವರೆನ್ಸ್ ಗೋಸ್ಕರ ದೇವರು ಯಾರನ್ನೆಲ್ಲಾದರೂ ಎಬ್ಬಿಸುತ್ತಾರೆ. ಆಮೆನ್. അങ്ങനെ വരുന്നവർ സാധാരണ വ്യക്തികളായിരിക്കത്തില്ല. ಅದು ಸಾಧಾರಣ ಜನರಾಗುವುದಿಲ್ಲ. ಆಮೆನ್. ഓ ജീസസ്. ഹല്ലേലൂയ. ഇത് പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇത് പ്രവചന ശബ്ദമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദ് ചോദിക്കുക, ആരുണ്ട്? ದಾವೀದ್ ಕೇಳ್ತಾರೆ, ಯಾರಿದ್ದಾರೆ ಅಂತ. സീബ പറഞ്ഞു, ഒരാളുണ്ട്. ಸೀಬ ಹೇಳ್ತಾರೆ, ಒಬ್ಬರಿದ್ದಾರೆ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ಆದ್ರೆ ಒಂದು ಪ್ರಶ್ನೆ ಇದೆ. അവൻ മുടന്തനാണ്. ಅವನಿಗೆ ಸರಿ ನಡಿಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. അതെന്താ പ്രശ്നം? ಅದೇನು ಪ್ರಶ್ನೆ? മുടന്തുള്ളത് പ്രശ്നമാണോ? ಅದೊಂದು ಪ್ರಶ್ನೆ ಆಗಿದೆಯೋ? ദാവീദിന് പ്രശ്നമാണ് ಅದು ದಾವಿದನಿಗೆ ಅದೊಂದು ಪ್ರಶ್ನೆ ಆಯ್ತು. അവന് ഏറ്റവും വെറുപ്പുള്ളതാണ് കുരുടന്മാരും മുടന്തന്മാരും. ಅಲ್ಲಿಗೆ ತುಂಬಾ ಹೇಟ್ ಮಾಡ್ತಿದ್ರು ಇಂಥ ಒಂದು ಕಾಲಿಗೆ ಮತ್ತು ಕಣ್ಣು ಕಾಣದವರು ಕುರುಡರು ಅವರಿಗೆ ಆಗ್ತಿರ್ಲಿಲ್ಲ. ഈ വാക്യെടുത്ത് വായിക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി നോക്കിയാൽ മതി. 2 സാമുവേൽ 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ അതുണ്ട്. 2 ಸಾಮ್ಯುಯೇಲ್ 5ನೇ ಅಧ್ಯಾಯ 7ನೇ ವಾಕ್ಯ. ಅದನ್ನು ತುಂಬಾ ಓದ್ಲಿಕ್ಕೆ ಈಗ ಟೈಮ್ ಇಲ್ಲ. ಮನೆಗೆ ಹೋಗಿ ಅದನ್ನು ಓದಿ. അതിനകത്ത് പറയുന്നുണ്ട് ദാവീദ് വെറുക്കുന്നവരെ കുറിച്ച് പറയുക. ಅದರಲ್ಲಿ ಹೇಳ್ತದೆ ದಾವೀದು ಹೇಟ್ ಮಾಡುವವರ ವಿಷಯವನ್ನು ಹೇಳುತ್ತಾರೆ. മുടന്തരെയും കുരുടന്മാരെയും എന്റെ പട്ടണത്തിനകത്ത് കയറ്റരുത്. ದಾವೀದು ಹೇಳುದು, ಈ ಕುರುಡರನ್ನು ಈ ಕಾಲಿൽ
ಸರಿ ಇಲ್ಲದವರನ್ನು ನನ್ನ ಪಟ್ಟಣದೊಳಗೆ ಸೇರಿಸಬಾರದು. അന്നു മുതൽ അവിടെ ഒരു പഴഞ്ചൊല്ലുണ്ടായി. ಆ ಟೈಮಲ್ಲಿ ಅದಲ್ಲಿ ಒಂದು ಗಾದೆ ಮಾತಿತ್ತು, കുരുടരെയും മുടന്തരെയും ആരുടെയും വീട്ടിൽ കയറ്റാൻ പാടില്ല. ಅಂತವರನ್ನು ಮನೆಯೊಳಗೆ ಸೇರಿಸಬಾರದು. അതുകൊണ്ട് ഈ മുടന്തന്മാരും കുരുടന്മാരും ഒക്കെ ഈ പട്ടണത്തിന് വെളിയിലിരുന്ന അഭിഷേകിക്കുന്നത്. ಆದುದರಿಂದ ಅವರೆಲ್ಲ ಸಿಟಿದ ಹೊರಗೆ ಕೂತ್ಕೊಂಡು ಅವರು ಅಭಿಷೇಕ ಪ್ರಾಪಿಸುತ್ತಿದ್ರು. ദാവീദിന്റെ പട്ടണത്തിന് വെളിയിലിരുന്ന് അവർ ഭിക്ഷ യാചിക്കുന്നത്. ಅವರು ഭിക്ഷೆಯನ್ನು ಯಾಚಿಸಿದ್ದು ಪಟ್ಟಣದ ಹೊರಗೆ ಕೂತ್ಕೊಂಡು. ദാവീദിന്റെ പട്ടണത്തിനകത്ത് അവർക്ക് കയറാൻ പറ്റില്ല. ದಾವೀದ ಪಟ್ಟಣದ ಒಳಗೆ ಅವರಿಗೆ ಸೇರ್ಲಿಕ್ಕೆ ಆಗುವುದಿಲ್ಲ. അതുകൊണ്ട് യേശു കർത്താവ് പട്ടണത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ, ಆದುದರಿಂದ ಯೇಸು ಕ್ರಿಸ್ತರ ಪಟ್ಟಣದ ಹೊರಗೆ ನಡೀತಾ ಇರುವಾಗ മുടന്തന്മാർ അവിടെ നിന്ന് വിളിക്കുന്നത്, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ. ಆಗ ಆ ಟೈಮಲ್ಲಿ ಕಾಲು ಸರಿಯಿಲ್ಲದವರು ಕುರುಡರು, ದಾವೀದ ಪುತ್ರ ನಮ್ಮ ಮೇಲೆ ದಯ ತೋರಿಸಿ ಅಂತ ಕೂಗಿ ಬಿಡುತ್ತಾರೆ. കാരണം നിന്റെ ಅಪ್ಪನಾയ ദാവീദിന് ഞങ്ങളോട് കരുണ തോന്നിയില്ല. ಯಾಕೆಂದ್ರೆ ನಿಮ್ಮ ತಂದೆಯಾದ ದಾವೀದರು ನಮ್ಮ ಮೇಲೆ ಕರುಣೆ ತೋರಿಸಲಿಲ್ಲ. ദാവീദ് പുത്രനായി നീ ഞങ്ങളോട് കരുണ തോന്നണം. ದಾವೀದ ಪುತ್ರನಾದ ಯೇಸು ನೀವು ನಮ್ಮ ಮೇಲೆ ಕರುಣೆ ತೋರಿಸು. ദാവീദിന് ഏറ്റവും വെറുപ്പുള്ളവരായിരുന്നു അവർ. ದಾವೀದನಿಗೆ ತುಂಬಾ ನಿಷ್ಠುರ ಹೇಟ್ ಮಾಡಿದ ಮನುಷ್ಯರಾಗಿದ್ದೇವೆ. സീബ പറയാ അവൻ മുടന്തനാണ്. ಸೀಬಾ ಹೇಳ್ತಾರೆ ಅವರ ಕಾಲು ಸರಿ ಇಲ್ಲದವನಾಗಿದ್ದಾನೆ. ദാവീദ് പറയാ സാരമില്ല, അവൻ എവിടെയുണ്ട്. ದಾವೀದ್ ಹೇಳ್ತಾರೆ ಪರವಾಗಿಲ್ಲ, ಎಲ್ಲಿದ್ದಾನೆ. ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വന്നാൽ, ದೇವರ ಆಶೀರ್ವಾದ ನಿಮ್ಮ ಮೇಲಿದ್ರೆ, നിന്റെ സ്ഥിതി എത്ര പരിതാപകരമായാലും, ನಿನ್ನ ಸ್ಥಿತಿ ಹೇಗೆ ಚೇಂಜ್ ಆಗ್ತದಂತ, നിന്റെ അവസ്ഥ എത്ര പ്രതികൂലമായാലും, ನಿಮ್ಮ ಅವಸ್ಥೆ ಏನೇ ಆಗ್ಲಿ, നിനക്കെതിരെ ചില റൂളുകൾ ഉണ്ടെങ്കിലും, ನಿಮ್ಮ ಎಗೇನ್ಸ್ಟ್ ಆಗಿ ಯಾವ ರೂಲ್ಸ್ ಇದ್ರು ആ റൂളുകളെ ദൈവം മാറ്റും. ಆ ರೂಲ್ಸ್ ಕೂಡ ದೇವರು ನಿಮ್ಮನ್ನು ಚೇಂಜ್ ಮಾಡ್ತಾರೆ. മനസ്സിലായോ പറഞ്ഞത്? റൂൾസ് പറഞ്ഞിരിക്കരുത്. അവിടുത്തെ റൂളാണ്, നിയമമാണ്. ಅಲ್ಲಿದು ನಿಯಮವಾಗಿದೆ. മുടന്തന്മാരെ അകത്ത് കയറ്റരുത്. ಆ ಕಾಲು ಸರಿ ಇಲ್ಲದವರನ್ನು ಒಳಗೆ ಒಕ್ಕಿಸಬಾರ್ದು. ഇത് ഈ റൂള് ഇട്ടത് ദാവീദാ. ನೀವು ಆ ರೂಲ್ ಬಿಟ್ಟು ಹೋಗಿರಿ. ഇപ്പൊ ആ റൂള് പറഞ്ഞ ദാവീദ് തന്നെ പറയുക, അവനെ കൊണ്ടുവാ. ಆ ರೂಲ್ ಬಿಟ್ಟವನು ಹೇಳ್ತಾನೆ, ದಾವೀದ ಆ ಹುಡುಗನನ್ನು ತಂದು ಬನ್ನಿ. എവിടെ നിന്ന് എങ്ങോട്ടാ കൊണ്ടുവരാൻ പറയുന്നേ? ನಿಮ್ಮ ಹತ್ರ ಹೇಳ್ತಾ ಇದ್ದಾರೆ. എവിടെ നിന്ന് എങ്ങോട്ടാ കൊണ്ടുവരാൻ പറയുന്നേ? ಎಲ್ಲಿಂದ ತರ್ಲಿಕ್ಕೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ? ഒരു ചെറിയൊരു വീട്ടിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവാ. ಈ ಚಿಕ್ಕ ಮನೆಯಿಂದ ನೀವು ಪ್ಯಾಲೇಸಿಗೆ ತಂದು ಬನ್ನಿ. എന്റെ മേശയിൽ അവൻ നിത്യം കഴിക്കട്ടെ. ಈ ಮೇಜಿನ ಮೇಲೆ ಇರುವುದೆಲ್ಲ ತಿನ್ಲಿ. രാജകീയ മേശയിൽ അവൻ കഴിക്കട്ടെ. ನಾನು ತಯಾರು ಮಾಡಿದ ಈ ಟೇಬಲ್ ಮೇಲೆ ಕೂತ್ಕೊಂಡು ತಿನ್ಲಿ. രാജകീയ മേശയിൽ അവൻ കഴിക്കട്ടെ. ಪೊಲಿಟಿಕಲ್ ಟೇಬಲ್ ಮೇಲೆ ತಿನ್ಲಿ ಅವನು. ഇന്നലെ ഏതോ ഒരുത്തൻ ഇട്ടുകൊടുത്ത ഒരു ചെറിയ പാത്രത്തിൽ വറ്റ് കഴിച്ചുകൊണ്ടിരുന്നവൻ ಅವನು ಯಾರ್ದೋ ಪ್ಲೇಟ್ ಅಲ್ಲಿ ತಿಂದವನಾಗಿದ್ನು. പക്ഷെ ഇന്ന് ദാവീദ് പറയും, എന്റെ മേശയിൽ അവൻ കഴിക്കട്ടെ. ಆದ್ರೆ ಇವತ್ತು ದಾವೀದ ಹೇಳ್ತಾನೆ, ನನ್ನ ಟೇಬಲ್ ಮೇಲೆ ಕೂತ್ಕೊಂಡು ತಿನ್ಲಿ. അങ്ങനെ വിളിക്കുക നമ്മളെ ಕರೀತಿದ್ದಾರೆ. ആരൊക്കെയോ വിളിക്കുക അങ്ങനെ. ನಿಮ್ಮನ್ನು ಆ ರೀತಿಯಲ್ಲಿ ಕರೀತಿದ್ದಾರೆ. നീ കിടക്കേണ്ട അവസ്ഥയെ കിടക്കാനല്ല, ನೀವು ಆ ರೀತಿಯಲ್ಲಿ ಕೂತ್ಕೊಳ್ಳೋನಲ್ಲ. അവിടുന്ന് കൊട്ടാരത്തിലേക്ക് വിളിക്കുക. ನಿಮ್ಮನ್ನು ಪ್ಯಾಲೇಸಿಗೆ ತರ್ತಾರೆ. നിന്നെ കൊട്ടാരത്തിലേക്ക് വിളിക്കുക. ನಿಮ್ಮನ್ನು ಪ್ಯಾಲೇಸಿಗೆ ತರ್ತಾರೆ. നീ ആ ചെറിയ വീട്ടിൽ ഒതുങ്ങാനുള്ളവരല്ല. ನೀವು ಆ ರೀತಿಯಲ್ಲಿ ಜೀವಿಸಬಾರದವರಲ್ಲ. ആ ചെറിയ വീട്ടിൽ ഒതുങ്ങാനുള്ളതല്ല. ನೀವು ಚಿಕ್ಕ ಮನೆಯಲ್ಲಿ ಇರುವವನಲ್ಲ. പാലസ് പോലുള്ള വലിയ വീടുകൾ, ನಿಮ್ಗೆ ಪ್ಯಾಲೇಸ್ ರಾಜ ಕೊಟ್ಟಾರವಾಗಿ ನಿಮ್ಗೆ ದೊಡ್ಡ ಮನೆಗಳು. അവനെ വിളിച്ചോണ്ട് വാ. ಅವನನ್ನು ಕರೆದುಕೊಂಡು ಬನ್ನಿ. എല്ലാം പ്രതികൂലമാ. ಎಲ್ಲದು ದೇವರ ಫೇವರ್ ಇದೆ. എല്ലാം പ്രതികൂലമാണ്. ಎಲ್ಲ ನಿಮಗೆ ಪರವಾಗಿ ಇದೆ. മെഗാശോഭത്തിനെതിരെ എല്ലാം പ്രതികൂലമാ. ನಿಮ್ಗೆಲ್ಲ ನಿಮ್ಮ ಸೈಡ್ಗಿದೆ. എല്ലാം പ്രതികൂലമാണെന്ന് പറയുന്ന കേൾക്കുന്നില്ലേ? ಅದೆಲ್ಲ ನಿಮ್ಮ ಎಗೇನ್ಸ್ಟ್ ಆಗಿದೆ. ഈ മെബിശോബത്തിന് പ്രതികൂലമാണല്ല, ಎಲ್ಲ ಅವರಿಗೆ ಎಗೇನ್ಸ್ಟ್ ಆಗಿ ಹೋಗ್ತಾ ಉಂಟು. ഒന്ന് ശൗലിന്റെ കുടുംബത്തിലുള്ളതാ. ಒಂದು ಸೌಲಿಗೆ ಕುಟುಂಬದಲ್ಲಿದ್ದಾರೆ. മറ്റൊന്ന് അവൻ മുടന്തനാണ്. ಇನ್ನೊಂದು ಅವನ ಕಾಲು ಸರಿ ಇಲ್ಲದವನು. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് കൊട്ടാരത്തിനകത്ത് അവന് വരാൻ പറ്റില്ല. ಈ ಕಾಲನ್ನು ಹಿಡಿದುಕೊಂಡು ಅವನಿಗೆ ಪ್ಯಾಲೇಸ್ ಒಳಗೆ ಬರ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അവന് കൊട്ടാരത്തിൽ വരാൻ പറ്റില്ല. ಈ ಎರಡು ಕಾರಣಗಳಿಂದ ಅವನಿಗೆ ಪ್ಯಾಲೇಸಿಗೆ ಬರ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. പക്ഷേ ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വന്നാൽ, ಆದರೆ ದೇವರ ಫೇವರ್ ನಿಮ್ಮ ಮೇಲೆ ಬಂದ್ರೆ, നിനക്കെതിരെ പിശാച് ഉണ്ടാക്കുന്ന സകല കാരണങ്ങളും ദൈവം എടുത്തു മാറ്റും. ಆದ್ರೆ ಸೈತಾನನು ಮಾಡಿದ ಎಲ್ಲ ಎಗೇನ್ಸ್ಟ್ ಆಗಿರುವ ಕಾರ್ಯಗಳು ಎಲ್ಲರೂ ದೇವರು ಫೇವರ್ ಆಗಿ ಬರುತ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ.
അവൻ അകത്ത് വന്നു. ಅವನು ಮನೆಯೊಳಗೆ ಬಂದ್ರು. അവൻ കൊട്ടാരത്തിനകത്ത് വന്നു. ಅವನು ಕೊಟ್ಟಾರ ಇದು ಪ್ಯಾಲೇಸ್ ಒಳಗೆ ಬಂದ್ರು. രാജാവിനെ നമസ്കരിച്ചുകൊണ്ട് പറയുക, ರಾಜನಿಗೆ ನಮಸ್ಕಾರ ಮಾಡಿ ಹೀಗೆ ಹೇಳ್ತಾನೆ, ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ കടാക്ഷിക്കാൻ അടിയൻ എന്തുള്ളൂ? ചത്ത നായെ പോലെ, ಸತ್ತ ಹೋದ ನಾಯಿ ಹಾಗೆ. അങ്ങനെയുള്ള എന്നെ, ಹಾಗಾದ್ರೆ ನನ್ನನ್ನು ಆ ರೀತಿಯಲ್ಲಿರುವ ನಾನಿರುವುದು, ഞാൻ എങ്ങനെ നിന്റെ അടുത്ത് വരാൻ യോഗ്യത? ನಾನು ಹೇಗೆ ನಿನ್ನ ಹತ್ತಿರ ಬರ್ಲಿಕ್ಕೆ ಇರೋ ಯೋಗ್ಯತೆ? നമുക്കറിയാം, ഒരു നായ്ക്ക് ഒരു പട്ടിക്ക് ഒരു വിലയില്ല. ಒಂದು ನಾಯಿಗೆ ಯಾವುದು ಬೆಲೆ ಇಲ್ಲ. ഇപ്പൊ ചത്ത നായ്ക്കോ? ಹಾಗಾದ್ರೆ ಸತ್ತ ನಾಯಿಗೆ? ഇവിടെ ഇവൻ പറയാ, ഞാൻ ചത്ത നായ്ക്ക് തുല്യമാ. ನಾನು ಸತ್ತ ನಾಯಿಗೆ ಸೇಮ್ ಯೋಗ್ಯತೆ ಇರುವವನು. ഒരു യോഗ്യതയും ഇല്ലാത്തവനാ, ಏನು ಯೋಗ್ಯತೆ ಇಲ್ಲದವನು, ഒരു അർഹതയും ഇല്ലാത്തവനാ. ಓ ಯಾವ ಅರ್ಹತೆ ಕೂಡ ಇಲ್ಲ. ഈ കൊട്ടാരത്തിനകത്ത് കയറാൻ എനിക്ക് ഒരു അർഹതയില്ല. ನನಗೆ ಈಗ ರಾಜ ಮನೆಗೆ ಬರ್ಲಿಕ್ಕೆ ಯಾವ ಅರ್ಹತೆ ಕೂಡ ಇಲ್ಲ. ഇതിനകത്ത് വരാൻ എനിക്കൊരു യോഗ്യതയില്ല. ನನಗೆ ಇಲ್ಲಿ ಬರ್ಲಿಕ್ಕೆ ಯಾವ ಯೋಗ್ಯತೆ ಇಲ್ಲ. പക്ഷെ ഫേവർ നിന്റെ മേൽ വന്ന, ಆದ್ರೆ ದೇವರ ಫೇವರ್ ನಿಮ್ಮ ಮೇಲೆ ಬಂದರೆ, ചത്ത നായെ പോലെ ഇരിക്കുന്ന നീ കൊട്ടാരത്തിനകത്ത് കയറും. ನೀನು ಸತ್ತ ನಾಯಿಗೆ ಕೂತ್ಕೊಳ್ಳುವವನು ಈ ರಾಜ ಕುಟುಂಬಕ್ಕೆ ಬರುವನು. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ചിട്ട് പറയുക, സീബനನ್ನು ಕರೆದುಕೊಂಡು അവനോട് പറയുക, ಹೀಗೆ ಹೇಳ್ತಾನೆ, ശൗലിനും അവന്റെ സകല ഗ്രഹത്തിനും ഉള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാന്റെ മകന് കൊടുത്തിരിക്കുന്നു. ಸೌಲಿಗೆ ಸೌಲ ಮನೆಯವರಿಗೆ ಇದ್ದದೆಲ್ಲ ನನ್ನ ಯಜಮಾನನಿಗೆ ಕೊಡ್ತಾ ಇದ್ದೇನೆ. നിന്റെ യജമാനൻ സീബയുടെ യജമാനൻ ശൗൽ, ಸೀಬದು ಯಜಮಾನಾದ ಸೌಲಿಗೆ ಕೊಡ್ತಾ ಇದ್ದೇನೆ. ശൗലിന്റെ കൊച്ചുമകനാണ് നമ്മൾ പറഞ്ഞ മെഹിഷോബേത്ത്. ಈ ಸೌಲಿದು ಗ್ರ್ಯಾಂಡ್ ಸನ್ ಆಗಿದೆ ಈಶೋಬೆತ್. ഈ മെഹിഷോബേത്തിന് ഇതെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നു. ನಾನು ಎಲ್ಲ ಈಶೋಬೆತ್ತಿಗೆ ಕೊಡ್ತಾ ಇದ್ದೇನೆ. പക്ഷെ അവന് ജോലി ചെയ്യാൻ അവന്റെ കാല് ശരിയല്ല, മുടന്തനാണ്. ಆದ್ರೆ ಅವನಿಗೆ ಕೆಲಸ ಮಾಡ್ಲಿಕ್ಕೆ ಅವನ ಕಾಲು ಸರಿ ಇಲ್ಲ. അവൻ മുടന്തനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീയും സീബയോട് പറയാ, ನೀನು ಸೀಬೆತ್ರ ಹೇಳ್ತಾನೆ, സീബയോട് പറയാണ്, ಸೀಬೆತ್ರ ಹೇಳ್ತಾನೆ, നീയും നിന്റെ പുത്രന്മാരും, ನೀವು ಮತ್ತು ನಿಮ್ಮ ಮಕ್ಕಳು, നിന്റെ വേലക്കാരും, ನಿನ್ನ ಕೆಲಸದವರು ഈ മെഹിഷോബേത്തിന് ആഹാരം ഉണ്ടാക്കേണ്ടതിന് അവന് വേണ്ടി നിലം കൃഷി ചെയ്യണം. ಮೆಹಬತ್ ಅವರಿಗೆ ನೀವು ಅವರ ಸೇವೆ, ಕೃಷಿಯಲ್ಲಿ ಸೇವೆ ಮಾಡ್ತಾ ಇರಬೇಕು. എത്ര പേരാ അവന്റെ പുത്രന്മാർ? എത്ര പേരാ? ಎಷ್ಟು ಪುತ್ರರಿದ್ರು? 15 പുത്രന്മാരുണ്ട്. 15 ಮಂದಿ. എത്ര വേലക്കാരുണ്ട്? ಎಷ್ಟು ಕೆಲಸದವರಿದ್ದಾರೆ? 20 വേലക്കാരുണ്ട്. 20 ಮಂದಿ. ആ വാക്യത്തിന്റെ അവസാനം അത് പറയുന്നേ, ಇಲ್ಲ ವಾಕ್ಯದಲ್ಲಿ ಎಂಡಿಗೆ ಹೇಳ್ತಾರೆ, സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. 15 ಪುತ್ರರಿದ್ರು, 20 ಸೇವಕರಿದ್ರು. ടോട്ടൽ എത്രയായി? 35. 35 പേര്. 35 ಮಂದಿ. 35 പേർ ഇപ്പൊ ആർക്ക് വേണ്ടി വേല ചെയ്യുവാ? ಯಾರಿಗೆ ಈ 35 ಮಂದಿ ಸೇವಿಸ್ತಾರೆ? മെഹിഷോബേത്തിന് വേണ്ടി വേല ചെയ്യുവാ. ಮೆಹಶೋಬೆತಿಗೆಗೋಸ್ಕರ ಸೇವನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. മെഹിഷോബേത്ത് ആരായിരുന്നു? ಮೆಹಶೋಬೆತ್ ಯಾರು? മുടന്തനായിരുന്നു. ಕಾಲು ಸರಿ ಇಲ್ಲದವನಾದ್ರು. അവൻ ഏതോ ഒരു വീട്ടിൽ ഒരു ചായ്പിൽ കിടന്നവനായിരുന്നു. ಯಾವ್ದೋ ಒಂದು ಮನೆಯಲ್ಲಿ ಬರೀ ಮೂಲೆಯಲ್ಲಿ ಕೂತ್ಕೊಂಡಿದ್ದವನಾದ್ರು. അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവനായിരുന്നു. ತಂದೆ ತಾಯಿ ಇಲ್ಲದವನಾದ್ರು. സഹോദരങ്ങളില്ലാത്തവനായിരുന്നു. ಸಹೋದರಿ ಇಲ್ಲದವರಾದ್ರು. സുഹൃത്തുക്കളില്ലായിരുന്നു. ಫ್ರೆಂಡ್ಸ್ ಇಲ್ಲದವರು. ആരുമില്ലായിരുന്നു. ಯಾರು ಇಲ್ಲ. പക്ഷെ ഒറ്റ ദിവസം, ಆದ್ರೆ ಒಂದೇ ದಿನದಲ್ಲಿ, ഒറ്റ ദിവസത്തിനകത്ത് ಒಂದೇ ದಿನದಲ್ಲಿ 35 വേലക്കാർ അവന് വേണ്ടി പണിയെടുക്കാൻ കയറുക. 35 ಮಂದಿ ಅವನಿಗೋಸ್ಕರ ಸೇವನೆ ಮಾಡ್ಲಿಕ್ಕೆ ರೆಡಿ ಇದ್ರು. സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറയാൻ നിനക്ക് ആരുമില്ലെന്ന്, ನೀವು ಹೇಳಿರ್ಬೋದು ನನಗೆ ಯಾರು ಇಲ್ಲ ಅಂತ. പക്ഷെ ദൈവത്തിന് ചേഞ്ച് ആക്കാൻ ഒറ്റ ദിവസം മതി. ಆದ್ರೆ ದೇವರು ನಿಮ್ಮ ಲೈಫ್ ಚೇಂಜ್ ಮಾಡ್ಲಿಕ್ಕೆ ಒಂದೇ ದಿನ ಸಾಕು. നിന്റെ വിഷമം മാറ്റാൻ ഒറ്റ ദിവസം മതി. ನಿಮ್ಗೆ ರಕ್ಷಣೆ ಹೊಂದಲಿಕ್ಕೆ ಒಂದೇ ದಿನ ಸಾಕು. നിന്റെ കരച്ചിൽ മാറ്റാൻ ഒറ്റ ദിവസം മതി. ಒಂದೇ ದಿನ ಸಾಕು. നിന്റെ തകർച്ച മാറ്റാൻ ഒറ്റ ദിവസം മതി. ನಿನ್ನ ಕೂಗನ್ನು ನಿಲ್ಲಿಸಲಿಕ್ಕೆ ಒಂದೇ ದಿನ ಸಾಕು. ഒറ്റ ദിവസത്തിനകത്ത് ചേഞ്ച് വരിക. ಒಂದೇ ದಿನದಲ್ಲಿ ಎಲ್ಲ ಚೇಂಜ್ ಆಗ್ತದೆ. എല്ലാവരും എഴുന്നേറ്റ് നാട്ടെ. ಎಲ್ಲರೂ ಎದ್ದು ನಿಲ್ಲಿ. ഓ ജീസസ്, ഹല്ലേലൂയ. ഓ റബല ശഗരദരദര ബബ ബബ ബബ. ഹല്ലേലൂയ ജീസസ്. സ്ഥിതി മാറാൻ ഒത്തിരി വർഷങ്ങൾ വേണ്ട. ನಿಮ್ಮ ಅವಸ್ಥೆ ಚೇಂಜ್ ಆಗ್ಲಿಕ್ಕೆ ತುಂಬಾ ವರ್ಷಗಳು ಬೇಡ. വർഷങ്ങൾ വേണ്ട. ವರ್ಷಗಳು ಬೇಡ. അത് വർഷങ്ങൾ വേണ്ടി വരുന്നത് നിങ്ങൾ അധ്വാനിക്കുമ്പോഴാണ് വർഷങ്ങൾ വേണ്ടി വരുന്നത്. ನೀವು ನಿಮ್ಮ ಶ್ರಮವನ್ನು ತೋರಿಸುವಾಗ ಮಾತ್ರ ತುಂಬಾ ವರ್ಷಗಳು ಬೇಕು. പക്ഷേ ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വീണാൽ, ಆದ್ರೆ ದೇವರ ಫೇವರ್ ನಿಮ್ಮ ಮೇಲೆ ಬಂದ್ರೆ, ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വീണാൽ, ದೇವರ ಫೇವರ್ ನಿಮ್ಮ ಮೇಲೆ ಬಂದ್ರೆ വർഷങ്ങൾ വേണ്ട നിന്റെ സ്ഥിതി മാറാൻ. ವರ್ಷಗಳು ನಿಮ್ಮ ಸ್ಥಿತಿ ಚೇಂಜ್ ಆಗ್ತದೆ.
ಆಗ್ತದೆ. ഒറ്റ ദിവസം കൊണ്ട് നിന്റെ സ്ഥിതി മാറും. ಒಂದೇ ದಿನದಲ್ಲಿ ಸ್ಥಿತಿ ಚೇಂಜ್ ಆಗ್ತದೆ. ഒറ്റ ദിവസം കൊണ്ട് ഒരുത്തന്റെ സ്ഥിതി മാറി. ಒಂದೇ ದಿನದಲ್ಲಿ ನಿಮ್ಮ ಸ್ಥಿತಿ ಚೇಂಜ್ ಆಗ್ತದೆ. ഓ, രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബാക്ക് പെയിൻ മാറട്ടെ. ബാക്ക് പെയിൻ മാറട്ടെ. ഇപ്പോൾ തല വിട്ടു മാറട്ടെ. ഓ റാബ ശകലധ. ഇവിടെ മേലുള്ള എല്ലാ ദുരാത്മാ ശക്തികളും വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ സ്ഥിതി മാറട്ടെ. സ്ഥിതി മാറട്ടെ. സ്ഥിതി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിന്റെ സ്ഥിതി മാറട്ടെ. ഇവിടെ മേലുള്ള എല്ലാ ആചാരങ്ങൾ മാറട്ടെ. എല്ലാ അന്യാരാധന സ്പിരിറ്റുകൾ വിട്ടുമാറട്ടെ. ഓ, ദൈവശക്തി ഇറങ്ങുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. ഈ കുടുംബത്തിന് മേൽ ദൈവശക്തി ഇറങ്ങുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. ദൈവശക്തി ഇറങ്ങുന്നു. ഓ ബന്ധനങ്ങൾ പൊട്ടുകയാണ്. ബന്ധനങ്ങൾ പൊട്ടുകയാണ്. കെട്ടുകൾ അഴിയുകയാണ്. നാളുകളായി പിശാച് കെട്ടിവെച്ചിരുന്ന കെട്ടുകൾ അഴിയുകയാണ്. ഇപ്പോൾ 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 ഈ സമയത്ത് തന്നെ എല്ലാ കെട്ടുകൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. വിട്ടുപോ. വിട്ടുപോ. എടുത്തു. അത് ഒടിഞ്ഞു. ചേറൊടിയും. ചേർ ബ്രേക്കാകത്തെ. പ്രാർത്ഥിച്ചോ. എല്ലാരും പ്രാർത്ഥിച്ചോ. ഇവിടെ അകത്തുള്ളൊരു ദുരാത്മാവുണ്ട്. Come out. Name of Jesus. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ തീ വീഴുക. നിലമേൽ തീ വീഴുക. തീ വീഴുക. വചനത്തിന്റെ തീ. വചനത്തിന്റെ തീ. പിശാചേ, നിന്നെ അറസ്റ്റ് ചെയ്തു. പിശാചേ, നിന്നെ അറസ്റ്റ് ചെയ്തേക്കുക. നീ കത്തിപ്പോ. ഇപ്പോ വിട്ടുപോ. വിട്ടുപോ. ഈ ശരീരം വിട്ടുപോ. നിനക്ക് ഇതിനകത്ത് അവകാശമില്ല. വിട്ടുപോ. 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 ഇപ്പോൾ തന്നെ തീ തീ തീ. ഫയർ ഓഫ് ഗോഡ്. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കത്തുക. എന്റെ ശരീരത്തിൽ കത്തുക. ഇത് നാളുകളായി, വർഷങ്ങളായി, വർഷങ്ങളായി, 1-2 വർഷമല്ല, 1-2 വർഷമല്ല, 12 വർഷങ്ങളായി നിന്റെ അകത്ത് കുടിയിരുന്ന കുടിയിരിപ്പുകളെ ഇപ്പോൾ പുറത്താക്കുക. സാധാരണമായ ചേഞ്ച്. ഇന്ന് നിന്റെ സ്ഥിതി മാറുക. നിന്റെ സ്ഥിതി മാറാൻ വർഷങ്ങൾ ഇനി വേണ്ട. ഒരു നിമിഷം മതി സ്ഥിതി മാറ്റാൻ. ദൈവത്തിന്റെ സ്ഥിതി മാറ്റാൻ ഒരു നിമിഷം മതി. സ്ഥിതി മാറ്റാൻ ഒരു നിമിഷം മതി. ഇപ്പോൾ നിന്റെ സ്ഥിതി മാറുകയാണ്. വർഷങ്ങളായുള്ള നിന്റെ ബന്ധനത്തെ, നിന്റെ 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 എല്ലാ 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 ഞെരുക്കങ്ങളെയും രാജകൊട്ടാരത്തിലേക്ക്, ഒരു വിശാലതയിലേക്ക് ഇതിനെ കൊണ്ടുവരിക. പൂർണ്ണ വിടുതൽ, പൂർണ്ണ സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം. ബാക്ക് പെയിനുകൾ പൂർണ്ണമായി വിട്ടുമാറട്ടെ. കംപ്ലീറ്റ് ആയ ഡെലിവറൻസ്. വിടുവിച്ചതിനായി നന്ദി പറയുന്നു. ഒറ്റ മണിക്കൂർ വിടുതൽ പ്രാപിക്കുവാൻ, നിന്റെ ജീവിതം ചേഞ്ച് ആകാൻ, നിന്റെ ലൈഫ് ഒരു യു ടേൺ എടുക്കാൻ വർഷങ്ങൾ വേണ്ട. വർഷങ്ങൾ വേണ്ട. ഒറ്റ ദിവസം ഒരു മനുഷ്യന്റെ അകത്ത് സ്വർഗം ഒരു പദ്ധതി ഇട്ടാ മതി. നിങ്ങളുടെ
ലൈഫിനെ ചേഞ്ച് ആക്കാൻ, നിങ്ങളുടെ ലൈഫിനെ തിരിക്കാൻ, നിങ്ങളുടെ ലൈഫിനെ തിരിക്കാൻ ദൈവം സ്വർഗം ആരുടെ ഉള്ളിൽ ചില പ്രൊവോക്കേഷൻ ഇടുകയാണ്, ആരുടെയോ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. നിന്റെ സ്ഥിതി മാറ്റാൻ ആരെയോ എഴുന്നേൽപ്പിക്കുക ദൈവം, ആരൊക്കെയോ അസ്വസ്ഥപ്പെടുത്തുക ദൈവം. എനിക്ക് അവനോട് ദയ കാണിക്കണമെന്ന് ആരൊക്കെയോ പറയും. എനിക്ക് ദയ കാണിക്കണം. I have to show God's kindness, God's kindness, God's favor. ഈ മകളുടെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ഫേവർ, അസാധാരണമായ ഫേവർ വെളിപ്പെടട്ടെപ്പാ. ഇവിടെ പരിമിതികൾ പൊളിയട്ടെ, എല്ലാ ലിമിറ്റേഷനുകളും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിമിതികളെ പൊളിക്കുന്ന ഒരു ദൈവം. അവസ്ഥകളെ മാറ്റുന്ന ദൈവം, സ്ഥിതിയെ വ്യത്യാസമാക്കുന്ന ദൈവം. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. കണ്ണടയ്ക്ക് പ്രാർത്ഥിക്കും. ദൈവശക്തി ഇപ്പോൾ ഇറങ്ങി വരും. ദൈവശക്തി ഇപ്പോൾ ഇറങ്ങി വരും. ദൈവശക്തി ഇപ്പോൾ ഇറങ്ങി വരിക. നാളുകളായി നിങ്ങളുടെ അകത്തുണ്ടായിരുന്ന ആ സാധനം പുറത്തു വരിക. ആ നാഗശക്തി ഇപ്പോൾ പുറത്തു വരിക. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഇവിടെ അകത്ത് മയങ്ങിക്കിടന്നിരുന്ന, പതുങ്ങിക്കിടക്കുന്ന ആ നാഗശക്തി പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ചലിക്കുന്നു. ദൈവശക്തി ഇറങ്ങുക, ദൈവശക്തി ഇറങ്ങുക, ദൈവശക്തി ഇറങ്ങുക. ആ പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ. അഴിയട്ടത്, അഴിയട്ടെ, അഴിയട്ടത്. വിടത്തില്ല, വിടത്തില്ല, വിടത്തില്ല. നീ പോയേ പറ്റൂ, പോയേ പറ്റൂ. ഇനി ഈ ശരീരത്തിൽ ഇരിക്കാൻ അനുവദിക്കത്തില്ല. നാഗശക്തി, പാമ്പിന്റെ ശക്തി, പാമ്പിന്റെ ശക്തി ഇവിടെ നെഞ്ചത്ത് ഡാൻസ് കളിക്കുക. പാമ്പ് ഡാൻസ് കളിക്കുക. ഡാൻസ് കളിക്കുക. നാഗ ഹൗ ഡാൻസ് ಮಾಡ್ತಾ ಇದೆ. വിട്ടുപോ പിശാചേ, ഇനി നിനക്ക് ഈ ശരീരത്തിൽ അവകാശമില്ല. വിട്ടുപോ, വിട്ടുപോ, വിട്ടുപോ പൂർണ്ണമായിട്ടും. യേശുവിന്റെ നാമത്തിൽ ഇടിപ്പിണരാൽ സൗഖ്യം, വചനമയച്ചങ്ങ് വിടുവിച്ചിരിക്കുക. സ്തോത്രം. രക്തത്താൽ കഴുകുന്നു, ഉച്ച മുതൽ ഉള്ളംകാല് വരെ. എല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോകട്ടെ. തലവേദന വിട്ടുപോകട്ടെ. തലയെ വെട്ടിപ്പൊളിപ്പിക്കുന്ന തലവേദന വിട്ടുപോകട്ടെ. ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവരൊക്കെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ഡെലിവറൻസുകൾ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അത്ഭുതമായ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഓൺലൈൻ ഞങ്ങൾ കാണുന്നവരുടെ മേൽ ഈ സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. മൈഗ്രെയിനുകളാൽ നാളുകളായി ഭാരപ്പെടുന്ന ഒരു വ്യക്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക, സൗഖ്യമാകുക. ബാക്ക് പെയിൻ സൗഖ്യമാകുക.
യേശുവിന്റെ നാമത്തിൽ ആർത്രൈറ്റിസ് സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ അസ്ഥി സംബന്ധമായ വേദനകൾ സൗഖ്യമാകുക. യേശുവിന്റെ നാമത്തിൽ ട്യൂമറുകൾ സൗഖ്യമാകട്ടെ, മുഴകൾ സൗഖ്യമാകട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. ജീസസ്, താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റിയതിനായി സ്തോത്രം, ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റിയതിനായി സ്തോത്രം. വലിയ വിശാലതയിലേക്ക്, വിരിച്ചൊരുക്കിയിരിക്കുന്ന വലിയ വൻ മാളികയിലേക്ക് ഞങ്ങളെ അങ്ങ് ക്ഷണിച്ചതിനായി നന്ദി. ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടാത്ത തരത്തിൽ ഓൾറെഡി ഡെക്കറേറ്റ് ആയിട്ട് എല്ലാം ചെയ്തിട്ട് തന്നിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തിയ പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നും എന്നേക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ചെയ്ത ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. എല്ലാം